നമസ്കാരം. ആഫ്രിക്കയിൽ ഇപ്പോൾ വളരെ വേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് എംപോക്സ്, മങ്കി പോക്സ് വൈറസ്. കഴിഞ്ഞ ബുധനാഴ്ച ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിൽ പക്ഷേ ഇതുവരെ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന എംപോക്സിൻ്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും വിമാനത്താവളങ്ങളിലും മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ എന്താണ് ഈ എംപോക്സ് അല്ലെ മങ്കി പോക്സ്, കുരങ്ങുപനി എന്നൊക്കെ പറയുന്നത്? അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എംപോക്സ്. തീവ്രത കുറവാണെങ്കിലും 1980 ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ ഈ വസൂരിയുടെ ലക്ഷണങ്ങളുമായിട്ടാണ് ഈ എംപോക്സിൻ്റെ ലക്ഷണങ്ങൾക്ക് സാമ്യമുള്ളത്. പ്രധാനമായിട്ടും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് രോഗം കാണപ്പെട്ടിട്ടുള്ളത്. 1970 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 9 വയസ്സുള്ള ആൺകുഞ്ഞിലാണ് മനുഷ്യരിൽ എംപോക്സ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഈ രോഗം പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്, ഈ രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം അല്ലെ ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എംപോക്സ് പകരാം. അണ്ണാൻ, എലികൾ, വിവിധയിനം കുരങ്ങുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ എംപോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വനമേഖലയിലോ സമീപത്തോ ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഉണ്ടായാൽ രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. ക്ഷതങ്ങൾ, ശരീരസ്രവങ്ങൾ, ശ്വസന തുള്ളികൾ, കിടക്ക പോലെയുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം, രോഗം ബാധിച്ചയാളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ എംപോക്സ് വൈറസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാം. പ്ലാസൻ്റ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗം പകരാം. ലോകമെമ്പാടും വസൂരിക്കുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നത് എംപോക്സിനെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമായേക്കാം. ഇനി ഇതിൻ്റെ എംപോക്സിൻ്റെ രോഗലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഇതിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത് 6 മുതൽ 13 ദിവസം വരെയാണ്. അതായത് രോഗാണു ശരീരത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ 6 മുതൽ 13 ദിവസം വരെ എടുക്കും ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ. എന്നാൽ ചില സമയത്ത് ഇത് 5 മുതൽ 21 ദിവസം വരെയൊക്കെ ആകാം. 2 മുതൽ 4 ആഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാം. മരണനിരക്ക് പൊതുവെ കുറവാണ്. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ക്ഷീണം എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി വന്നിട്ടൊരു 13 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. മുഖത്തും കൈകാലുകളിലുമൊക്കെയാണ് കൂടുതലായിട്ട് കുമിളകൾ കാണുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കൺജങ്ക്റ്റൈവ, കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട്. രോഗം ഗുരുതരമാകുന്നത് രോഗിയുടെ ആരോഗ്യനില, പ്രതിരോധശേഷി, രോഗത്തിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായിട്ട് കുട്ടികളിലാണ് രോഗം ഗുരുതരമായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ പലതരം അണുബാധകൾ, ബ്രോങ്കോ ന്യൂമോണിയ, സെപ്സിസ്, എൻസെഫലൈറ്റിസ്, കോർണിയയിലെ അണുബാധ എന്നിവയും തുടർന്നുള്ള കാഴ്ച നഷ്ടവും ഒക്കെ ഈ രോഗത്തിൻ്റെ സങ്കീർണതകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഈ രോഗത്തിൻ്റെ ചികിത്സ നോക്കുകയാണെങ്കിൽ ഇതൊരു വൈറൽ രോഗമാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും രോഗം മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംപോക്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രതിരോധം, ഈ രോഗം എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. അതായത് ഈ വന്യമൃഗങ്ങളുമായുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കമൊക്കെ ഒഴിവാക്കണം. മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ ഈ രോഗബാധിതരായ മനുഷ്യരുമായിട്ട് അടുത്തിടപഴകുന്നതാണ് എംപോക്സ് അണുബാധയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നോ അല്ലെ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്നവരും ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ രോഗപകർച്ച ഒഴിവാക്കുന്നതിനായിട്ട് നിർബന്ധമായിട്ടും മാസ്ക്, സാനിറ്റൈസർ ഒക്കെ പോലെയുള്ള സാധാരണ സ്വീകരിക്കുന്ന അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്.